ഹായ് മകളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസ് യൂണിറ്റ് 10ൻ്റെ പാർട്ട് 2 ഭാഗമാണ്, ഫ്രം അറ്റ്ലാന്റിക് ഓഷൻ. നമുക്കിത് ഒരു ന്യൂസ് തന്നിട്ടുണ്ട്. എന്താണ് ആ ന്യൂസ് എന്ന് നോക്കാം. വാഷിംഗ്ടണിനാണ്. ദ ടൈറ്റൻ സബ്മേഴ്സിബിൾ ഇംപ്ലോഡ്സ് ആഫ്റ്റർ ലൂസിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ mother vessel, the Polar Prince. A team of 5 who went to explore the remains of the Titanic that sunk in Atlantic Ocean in 1912 were on board when the accident. അതായത് ടൈറ്റൻ സബ്മേഴ്സിൽ ഇംപ്ലോഡ്സ്. അപ്പോൾ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു വെസലാണ്. അതൊരു സബ്മേർജാണ്, സബ്മറൈൻ ആണ്. ഈ സബ്മറൈൻ മദർ വെസലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. അവർ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കുകയാണ്, പുറത്തേക്കല്ല. ലോ പ്രഷർ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഉള്ളിലേക്ക് പൊട്ടിത്തെറിക്കുകയാണ്. അതിനെയാണ് ഈ ഇംപ്ലോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടൈറ്റാനിക്കിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. ടൈറ്റാനിക്കിൻ്റെ റിമെയിൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയിട്ടുള്ള ആളുകളാണ് അവർ. അതിനെക്കുറിച്ച് എക്സ്കവേഷൻ നടത്താൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോയ ടീമാണ്. 5 അംഗ സംഘം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു സബ്മറൈൻ ഉള്ളിലെ പൊട്ടിത്തെറിച്ചു എന്നുള്ള, പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് പോയതല്ല, അത് ഉള്ളിലേക്ക് തന്നെ. അത് ലോ പ്രഷർ വരുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ന്യൂസാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓഷൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. അപ്പോൾ ടൈറ്റാനിക് സിങ്ക് ചെയ്തത് ഏത് ഓഷനിലാണ്? ടൈറ്റാനിക് മുങ്ങിയത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് അറ്റ്ലാന്റിക് ഓഷൻ ദാറ്റ് ആർ റിഫർഡ് ടു ഇൻ ദ ന്യൂസ്. ഇപ്പോൾ ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന ഓഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ദ അറ്റ്ലാന്റിക് ഓഷൻ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻ. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ദ ലെറ്റർ എസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ പിക്ചർ നമുക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു എസിൻ്റെ ഷേപ്പിലാണ് ഓഷൻ ഉള്ളത്. ദ ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദ വേൾഡ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻ. ഏറ്റവും തിരക്കേറിയ കടൽ മാർഗമാണ് അറ്റ്ലാന്റിക് ഓഷനിലുള്ളത്. ദ ഓഷൻ റിഡ്ജ് കോൾഡ് ദ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സിറ്റുവേറ്റഡ് ഇൻ ദ മിഡിൽ ഓഫ് ഓഷൻ ഈസ് അനദർ ഫീച്ചർ ഓഫ് അറ്റ്ലാന്റിക്. അപ്പോൾ ഈ അറ്റ്ലാന്റിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വക്കുണ്ട്. അത് അറ്റ്ലാന്റിക് ഓഷൻ്റെ പകുതിയോ ആകുമ്പോഴത്തേക്കും മിഡിൽ പോർഷനിൽ ഉണ്ട്. ദ മിൽവാക്കി ഡീപ്പ് ഇൻ ദി പുർച്ചോറിക്കോ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ്. പുർച്ചോറിക്കോ ട്രെഞ്ചിലുള്ള മിൽവാക്കി ഡീപ്പാണ് ഏറ്റവും ആഴമേറിയ സ്ഥലം. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷൻ. ഐസ്ലാൻഡും ന്യൂ ഫൗണ്ട്ലാൻഡുമാണ് 2 ദ്വീപുകൾ അറ്റ്ലാന്റിക് ഓഷനിലുള്ളത്. ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ദാറ്റ് ആർ ബോർഡേഡ് ബൈ അറ്റ്ലാന്റിക് ഓഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അറ്റ്ലസ് ഓർ എ ഗ്ലോബ്. ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു ഗ്ലോബിന്റെ സഹായത്തോടെ അറ്റ്ലാന്റിക് ഓഷന് ചുറ്റുമുള്ള കോണ്ടിനെന്റ്സ് ഏതെല്ലാമാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, ഒരു ID കാർഡ് പ്രിപ്പയർ ചെയ്യാം. അറ്റ്ലാന്റിക് ഓഷനാണ് പേര്. നാച്ചുറൽ ബോർഡേഴ്സ്: സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്. മേജർ ഐലൻഡ്സ് ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലൻഡുമാണ്. ഡീപ്പസ്റ്റ് പോയിന്റ് മിൽവാക്കി ഡീപ്പാണ്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൻ്റെ പോർഷൻസ്, ഒരു പീസസ് തന്നിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ഹാർബർ ഓൺ ദ വിങ്സ് ഓഫ് ഡെവലപ്മെന്റ്. വിഴിഞ്ഞം സ്ക്രിപ്റ്റ്സ് എ ന്യൂ ഹിസ്റ്ററി. വിഴിഞ്ഞം എ ന്യൂ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്. അപ്പോൾ ഇതെല്ലാം തന്നിട്ടുള്ളത് വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ചിട്ടാണ്. ഈ വിഴിഞ്ഞം ഹാർബർ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. കേരളം അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഓഷൻ ഏതാണ്? ഇന്ത്യൻ ഓഷൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഓഷനെ കുറിച്ചിട്ടാണ് ഈ ന്യൂസസ് ഉള്ളത്. ഇന്ത്യൻ ഓഷനെ കുറിച്ചാണ് ബാക്കി കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ദ ഇന്ത്യൻ ഓഷൻ ഈസ് ദ ഓൺലി ഓഷൻ നെയിംഡ് ആഫ്റ്റർ എ കൺട്രി. ഇന്ത്യൻ ഓഷൻ മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഓഷൻ. ദിസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഷൻ ഇൻ ദ വേൾഡ്. 3ാമത്തെ വലിയ ഓഷനാണ് ഇന്ത്യൻ ഓഷൻ. ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ലൈയിങ് ക്ലോസ് ടു ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏതെല്ലാം കോണ്ടിനെന്റ്സ് ആണുള്ളത്? ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, 3 ഉണ്ട്. ഇനി അടുത്തത് ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് ദ അറേബ്യൻ സീ ആർ ദ പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും. ജാവ ട്രെഞ്ച് ഇസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഓഷൻ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക ആർ മേജർ ഐലൻഡ്സ് ഇൻ ദ ഓഷൻ. അപ്പോൾ ജാവയാണ് ഏറ്റവും ആഴമേറിയ സ്ഥലം, ആഴമേറിയ ഓഷനിൽ പാർട്ട്. അതുപോലെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്ക ഇതെല്ലാമാണ് ഐലൻഡ്സ്. മലാക്ക സ്ട്രേറ്റ് കണക്ട്സ് ഇന്ത്യൻ ഓഷൻ ആൻഡ് പസഫിക് ഓഷൻ. അപ്പോൾ ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും അടുത്തടുത്ത് കിടക്കുന്ന ഓഷൻസ് ആണ്. അവർ തമ്മിലുള്ള ഒരു വേർതിരിവ് വരുന്നത് മലാക്ക സ്ട്രേറ്റുമായിട്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കുക, മലാക്ക സ്ട്രേറ്റ് കേട്ടോ. ഫൈൻഡ് ദ കൺട്രീസ് ദാറ്റ് ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷൻ യൂസിങ് ആൻ അറ്റ്ലസ് ഓർ എ ഗ്ലോബ്. അറ്റ്ലസോ ഗ്ലോബോ വെച്ചിട്ട് ഇന്ത്യൻ ഓഷനുമായിട്ട് അതിർത്തി പങ്കിടുന്ന കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ
കൺട്രീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ആഫ്രിക്ക ഇത് 4 ഉള്ളത്. സദേൺ ഓഷൻ ആണ് അടുത്തത്. ഫൈൻഡ് ദ ഓഷൻ ദാറ്റ് സറൗണ്ട്സ് അന്റാർട്ടിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്ലോബ് ഓർ അറ്റ്ലസ്. ഇപ്പോൾ അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ള ഓഷൻ ഏതാണ്? അതാണ് സദേൺ ഓഷൻ. നമ്മളത് ഇപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ദ സദേൺ ഓഷൻ സറൗണ്ട്സ് അന്റാർട്ടിക്ക ടു ഓൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെ സദേൺ ഓഷൻ അന്റാർട്ടിക്കനെ കവർ ചെയ്യുന്നുണ്ട്. ദിസ് ഓഷൻ ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഓൾ ദ ഓഷൻ എക്സെപ്റ്റ് ആർട്ടിക് ഓഷൻ. ആർട്ടിക് ഓഷന് മാത്രം ആർട്ടിക് ഓഷനായിട്ട് മാത്രമാണ് നമ്മൾ അതിർത്തി പങ്കിടാത്തത്. ബാക്കി എല്ലാ ഓഷനുമായിട്ടും സദേൺ ഓഷൻ അതിർത്തി ഉണ്ട്, ബോർഡർ ഉണ്ട്. ദ സദേൺ ഓഷൻ ഈസ് ദ 4th ഇൻ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ഇറ്റ് സൈസ്. അതിൻ്റെ സൈസുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ സ്ഥാനമാണ് സദേൺ ഓഷൻ ഉള്ളത്. ജോലി മാൻ ആൻഡ് ഹേർഡ് ആർ സം ഓഫ് ദി ഐലൻഡ്സ് ഇൻ ദിസ് ഓഷൻ. ഹേർഡും ഡോലിമാനും ആണ് ഐലൻഡുകൾ. ദ ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദ സദേൺ സാൻഡ്വിച്ച് ട്രെഞ്ച് ഈസ് ദി ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷൻ. അപ്പോൾ ഈ ഓഷനിലുള്ള ഏറ്റവും ആഴമേറിയ സ്ഥലം ഫാക്ടോറിയൻ ഡീപ്പാണ്. ദി ആർട്ടിക് ഓഷൻ ആണ് നെക്സ്റ്റ് ഓഷൻ. ആർട്ടിക് ഓഷൻ ഇസ് സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളിന് ചുറ്റുമായിട്ടാണ് ആർട്ടിക് ഓഷൻ ഉള്ളത്. നോർത്ത് പോൾ ഈസ് ഇൻ ദ ആർട്ടിക് ഓഷൻ. അപ്പോൾ ആർട്ടിക് ഓഷനിലുള്ളത് നോർത്ത് പോൾ ആണ്. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഷൻ. ഏറ്റവും ചെറുതും ഏറ്റവും ആഴം കുറഞ്ഞതുമായിട്ടുള്ള ഓഷനാണ് ആർട്ടിക് ഓഷൻ. ദിസ് ഏരിയ ഈസ് മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പം ഈ ഒരു ഭാഗം മുഴുവനും എപ്പോഴും മഞ്ഞും മൂടിക്കിടക്കുന്ന ഭാഗമാണ്. ദ മോലി ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷൻ. മോലി ഡീപ്പാണ് ഏറ്റവും ആഴമേറിയ പ്രദേശം. ദ ആർട്ടിക് ഓഷൻ ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും നോർത്ത് അമേരിക്കയുടെയും നോർത്തേൺ മോസ്റ്റ് പോയിന്റിലാണ് ആർട്ടിക് ഓഷൻ ഉള്ളത്. ഇനി കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് റിലേറ്റഡ് ടു ഓഷൻസ്. ഓഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ഷീറ്റാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻസ് ആണ് ആദ്യത്തെ കോളത്തിലുള്ളത്. സദേൺ ഓഷൻ 4th പൊസിഷൻ, ആർട്ടിക് ഓഷൻ 5th പൊസിഷൻ, പസഫിക് ഓഷൻ 1st, അറ്റ്ലാന്റിക് ഓഷൻ 2nd, ഇന്ത്യൻ ഓഷൻ 3rd. ഇനി ഡീപ്പസ്റ്റ് പോയിന്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഓരോ ഓഷൻ്റെയും ഡീപ്പസ്റ്റ് പോയിന്റ്സ്, മേജർ ഐലൻഡ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എഴുതുക. ഇതൊക്കെ നമ്മൾ നേരത്തെ എഴുതിയതാണ്. അപ്പം അത് തന്നെ വീണ്ടും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓഷൻ ആൻഡ് മൂവ്മെന്റ്സ്. ഇനി ഓഷനും മൂവ്മെന്റും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ദിയ, ഇടുക്കിയിലുള്ള ദിയ കടൽ കാണാൻ പോയി. കടൽ കണ്ടു കഴിഞ്ഞ ശേഷം അവളുടെ ഡയറിയിൽ എഴുതിയ വരികളാണിത്. കടലിൽ തിരകൾ വന്ന് കാലിൽ മുട്ടുന്നതിനെ കുറിച്ചും കടലിൽ കൂടെ നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കടൽ പരന്ന് കിടക്കുന്നതിനെ കുറിച്ചും നീല നിറമുള്ളതിനെ കുറിച്ചും ആ ഒരു ഹൊറൈസോൺ, കടലും ആകാശവും കൂടി കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തിനെ കുറിച്ചും അവിടെ കൂടി ഷിപ്പുകളും ബോട്ടുകളും പോകുന്നതിനെ കുറിച്ചൊക്കെയാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. ഇനി വാട്ട് ആർ വേവ്സ്? വേവ്സ് എന്താണ്? തിരമാലകൾ അല്ലെ. വേവ്സ് ആർ മൂവ്മെന്റ്സ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ്സ് ഓൺ ദ സർഫസ് ഓഫ് ഓഷൻ. ഇപ്പൊ കാറ്റടിക്കുമ്പോൾ കടലിന്റെ മുകൾ പരപ്പിലുണ്ടാകുന്ന ഓളങ്ങളെയാണ് വേവ്സ് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി കൈമാറ്റം, ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, അതാണ് വേവ്സ്. ദ എനർജി ഫ്ലോ ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ദി സർഫസ് ഓഫ് ദി സീ. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ഈ ഒരു കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി, ഊർജ്ജ കൈമാറ്റം, അതായത് ഒരു കാറ്റടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുണ്ടാവും? ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. ഇതിനെയാണ് വേവ്സ് എന്ന് പറയുന്നത്. വേവ്സ് ആർ യൂഷ്വലി ഫോംഡ് വെൻ ദ വിൻഡ് ബ്ലോസ് ഓവർ ദ സർഫസ് ഓഫ് വാട്ടർ. ഇപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചലനമാണ് വേവ്സ്. ദിസ് കണ്ടിന്യൂസ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ ഓഷൻ വാട്ടർ ഇസ് കോൾഡ് വേവ്സ്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സും ഡൗൺസിനെയാണ് വേവ്സ് എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് വേവ് ഇൻക്രീസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ വേഗത കൂടുമ്പോൾ ഈ വേവ്സിന്റെ സൈസ് കൂടും, തിരമാലകളുടെ സൈസ് കൂടും. ഇൻ അഡീഷൻ ടു ദ വേവ്സ്, ഓഷൻ വാട്ടർ മൂവ്മെന്റ് ഇൻക്ലൂഡ്സ് ഹൈ ടൈഡ്. ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ ഊതിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പിൾസ് കാണാൻ സാധിക്കും. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വേവ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാറ്റടിക്കുമ്പോൾ വരുന്ന ആ ഒരു ചലനത്തിനെയാണ് വേവ്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഹൈ ടൈഡ്, ലോ ടൈഡ്, ഓഷ്യൻ കറൻസ് ഇതുമുണ്ട്. വെള്ളത്തിന്റെ സമുദ്രത്തിന്റെ ജലത്തിന്റെ ഉള്ളിൽ ഹൈ ടൈഡ്, ലോ ടൈഡ്, ഓഷ്യൻ കറൻസും ഉണ്ട്. അപ്പം ഇനി അതെല്ലാം എന്താണെന്ന് നോക്കാം. ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ആർ ഫെനോമിന ഓഫ് റൈസിങ് ആൻഡ് ഫാളിംഗ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇന്റർവെൽസ്. ഇപ്പോൾ ഓരോ പ്രത്യേക സമയങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കൂടുന്നതിനെയും വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനെയുമാണ് സീ ലെവൽ, കടലിന്റെ ആ ഒരു ലെവലിലുള്ള വെള്ളത്തിന്റെ ഉയർച്ചയും താഴ്ചയാണ് ഹൈ ടൈഡും ലോ ടൈഡ് എന്ന് പറയുന്നത്. ദ റൈസ് ഇൻ ദ സീ ലെവൽ ഇസ് കോൾഡ് ഹൈ ടൈഡ് ആൻഡ് ദ fall is called low tide. വേലിയേറ്റം, വേലിയിറക്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. വെള്ളത്തിന്റെ ആ ഒരു ലെവൽ കൂടുമ്പോൾ അതിന് വേലിയേറ്റം എന്നും വെള്ളത്തിന്റെ ലെവൽ കുറയുമ്പോൾ അതിന്
ലോ ടൈഡ് അല്ലെങ്കിൽ വേലിയിറക്കം എന്നും പറയുന്നു. ഇമാജിൻ ദ റിവർ ഫ്ലോസ് ത്രൂ ദി ഓഷൻ. ലൈക്ക് റിവേഴ്സ്, വാട്ടർ ഇൻ ദ ഓഷൻ ഇസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഫോർ സെവറൽ കിലോമീറ്റേഴ്സ്. അപ്പോൾ ഈ സമുദ്രത്തിലുള്ള ജലം നമുക്ക് സെവറൽ കിലോമീറ്റേഴ്സ് ഒത്തിരി ദൂരത്തോളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. സമുദ്രത്തിലുള്ള ജലം ഒരു ഒത്തിരിയേറെ ദൂരം വരെ ഇത് ഒഴുകുന്നുണ്ട്. ഓഷ്യൻ കറണ്ട് ഇസ് എ ഫിനോമിനൻ ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഓഷൻ ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ ത്രൂ എ ഫിക്സഡ് പാത്ത്. ഇപ്പോൾ ഓഷ്യൻ കറണ്ട് അല്ലെങ്കിൽ സമുദ്രപ്രവാഹം എന്ന് പറയുന്നത്, ഓഷ്യൻ കറണ്ടിന്റെ മലയാളം പേര് സമുദ്രപ്രവാഹം എന്നാണ് കേട്ടോ. അപ്പോൾ സമുദ്രപ്രവാഹം അല്ലെങ്കിൽ ഓഷ്യൻ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഷ്യനിലുള്ള വെള്ളം അടിയൊഴുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം ഒഴുകി പോവാറുണ്ട് ഒരു കുറേ ദൂരത്തോളം ഒരേ ഡയറക്ഷനിൽ ഒരേ ദിശയിൽ അത് ഒഴുകി പോകുമ്പോൾ അതിനെയാണ് ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്. സച്ച് കറണ്ട്സ് ആർ ദെയർ ഇൻ ഓൾ ഓഷൻസ്. എല്ലാ സമുദ്രങ്ങളിലും ഇങ്ങനത്തെ ഒരു കറണ്ട് ഉണ്ട്. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. ഇനി ഏറ്റവും വലിയ ഇറക്കവും എന്നാന്ന് നോക്കാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ ആൻഡ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റിസൾട്ട് ഇൻ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് സീ ലെവൽ. ദാറ്റ് ആർ കോൾഡ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. അപ്പോൾ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് സൺ ആൻഡ് ദ മൂൺ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും, സൂര്യനും ചന്ദ്രനും പ്രയോഗിക്കുന്ന ആ ഒരു ഗ്രാവിറ്റേഷണൽ ഗുരുത്വാകർഷണ ബലവും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്നത്. ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് ദി എർത്ത് ദാറ്റ് ഫേസസ് ദ മൂൺ. ഹൈ ടൈഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? മൂണുമായിട്ട് ഷെയർ ചെയ്യുന്ന ഭാഗം, മൂണിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്ന ആ എർത്തും മൂണും കൂടി ഒരുമിച്ചുള്ള ഭാഗത്തിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള്, ആ ഒരു ആകർഷണ ബലമാണ്, ഗുരുത്വാകർഷണ ബലം കൊണ്ട് ആണ് ഹൈ ടൈഡ് ഉണ്ടാകുന്നത്. ഡ്യൂ ടു ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ദ സെയിം ടൈം. അതേ സമയത്ത് തന്നെ ഈ മൂണിൻ്റെ എതിർഭാഗത്ത് സൂര്യൻ്റെ ആ സെയിം സമയത്ത് തന്നെ ഈ ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാകുന്ന ഭാഗത്ത് മൂണായിരിക്കും. അതിൻ്റെ എതിർദിശയിൽ ഭൂമിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ പകലായിരിക്കുമല്ലോ. ആ പകലുള്ള ആ സ്ഥലത്ത് എന്തായിരിക്കും വരുന്നത്? ഓപ്പോസിറ്റ് ഫോഴ്സായ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ് ലോ ടൈഡ്സ് ആർ എക്സ്പീരിയൻസ് ഓൺ അതർ പാർട്ട് ഓഫ് ദി എർത്ത്. അപ്പോൾ ഈ പകലുണ്ടാവുന്ന ഭാഗത്ത് ലോ ടൈഡ് ഉണ്ടാകും, രാത്രി ഉണ്ടാവുന്ന ഭാഗത്ത് ഹൈ ടൈഡും ഉണ്ടാകും. മൂണുള്ള ഭാഗത്ത് ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാകുമ്പോൾ അവിടെ ഹൈ ടൈഡും, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ ലോ ടൈഡും ഉണ്ടാകുന്നു. അതൊന്ന് പഠിച്ചു വെക്കണം. ഓഷ്യൻ കറൻസ് ആർ ഫെനോമിനൻ ബൈ വിച്ച് വാട്ടർ ഫ്ലോ ത്രൂ എ ഫിക്സഡ് ചാനൽ കണ്ടിന്യൂസ്ലി. ഒരേ പാതയിലൂടെ വെള്ളം ഒരേ സമയത്ത് ഒരേ ഡയറക്ഷനിൽ ചലിക്കുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് ഓഷ്യൻ കറണ്ട് അല്ലെങ്കിൽ സമുദ്രപ്രവാഹം. Factors such as wind, variation in temperature, salinity of the ocean and rotation of earth are some of the reasons that influence ocean current. ഇപ്പോൾ ഓഷ്യൻ കറണ്ടിൻ്റെ ഘടകങ്ങൾ, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ വിൻഡ്, കാറ്റിൻ്റെ ദിശ, അതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ, താപനിലയുടെ വ്യത്യാസം, ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം, സാലിനിറ്റി എന്ന് പറഞ്ഞാൽ ഉപ്പ് രസം, വെള്ളത്തിൻ്റെ ഉപ്പ് രസം, ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണ്, പിന്നെ ഭൂമിയുടെ കറക്കം, റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലെറ്റ് us കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. ഇനി അടുത്തതൊരു കോൺസെപ്റ്റ് മാപ്പാണ്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓഷ്യൻ മൂവ്മെന്റ്സ്, ഏതെല്ലാം ടൈപ്പ് മൂവ്മെന്റ്സ് ആണ് ഓഷ്യൻ മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചത്? വേവ്സ് പഠിച്ചു, ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് പഠിച്ചു, ഓഷ്യൻ കറൻറ്റ്സ് പഠിച്ചു അല്ലേ. അപ്പോൾ മൂവ്മെന്റ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ഓഷ്യൻ, അതേതാണ്? വേവ്സ് ആണ്. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്നാണ് ഫിനോമിന ഓഫ് റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് സീ ലെവൽ അറ്റ് എ ഫിക്സഡ് ഇന്റർവെൽ. ഒരു പ്രത്യേക ഇന്റർവെല്ലിൽ ഹൈ ടൈഡും ലോ ടൈഡും ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ ഹൈ ടൈഡ് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് പഠിച്ചത്. മൂണും എർത്തും ഒരേ പൊസിഷനിൽ വരുമ്പോൾ, മൂന്ന് എർത്തിൻ്റെ അടുത്ത് നേർരേഖയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പുള്ള് മൂലമാണ് ഹൈ ടൈഡ് ഉണ്ടാകുന്നത്. ഓൺ ദ അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടാകും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അപ്ലൈ ചെയ്യും. ആ സമയത്ത് ആ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ലോ ടൈഡ്. പകൽ സമയങ്ങളിലാണ് ലോ ടൈഡ് ഉണ്ടാകുന്നത്, രാത്രി കാലങ്ങളിലാണ് ഹൈ ടൈഡ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ഓഷ്യൻ കറണ്ട് നോക്കാം. ഫിനോമിനൻ ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ എ ഫിക്സഡ് ചാനൽ കണ്ടിന്യൂസ്ലി. ഒരു പ്രത്യേക ചാനലിൽ കൂടെ, വഴിയിൽ കൂടെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട്
തുടർച്ചയായി ഒഴുകുന്നതിനാണ് ഓഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഇത് എന്തെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് വിൻഡിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ വിൻഡ്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ സാലിനിറ്റി ഓഫ് ദ വാട്ടർ, പിന്നെ ഉള്ളത് ലാസ്റ്റ് വൺ സാലിനിറ്റി ഓഫ് ദ വാട്ടർ ഉണ്ട്. ലാസ്റ്റ് വൺ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഓഷൻ കറണ്ട് ഇരിക്കുന്നത്. ഇനി നമ്മൾ ദിയയുടെ ഡയറിയിൽ വായിച്ചു, ഉപ്പ് വെള്ളം, അതായത് ഈ കടലിലെ വെള്ളം അവളുടെ വായിൽ വന്ന് വീണപ്പോഴത്തേക്ക് അവൾക്ക് ഉപ്പ് രസം ഫീൽ ചെയ്തെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം കടലിലെ വെള്ളം ഉപ്പ് രസമാണ്. എന്തുകൊണ്ടാണ് ഉപ്പ് രസം ഉള്ളത്? മിനറൽസ് സോൾട്ട് ആർ ഡിസോൾഡ് ഇൻ വാട്ടർ ഫ്രം ഓൾ സോഴ്സസ്. എല്ലാ ഉറവിടങ്ങളിൽ നിന്നും മിനറൽ സോൾട്ട്, ധാതുക്കളുടെ ഉപ്പ് അല്ലെങ്കിൽ ധാതു ലവണങ്ങൾ മിക്സ് ആകുന്നുണ്ട് ഈ വെള്ളത്തിൽ. അപ്പോൾ അതിൽ കടൽ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങൾ മിക്സ് ആകുന്നത്. ധാതു ലവണം മീൻസ് മിനറൽ സോൾട്ട്സ് എന്നാണ് അർത്ഥം. ഇതെല്ലാം മിക്സ് ആകുന്നത്, അതുകൊണ്ടാണ് ഉപ്പ് രസം കൂടുതൽ. സാലിനിറ്റി ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ ദ മിനറൽ സോൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ കലർന്നിരിക്കുന്ന എല്ലാ മിനറൽസിൻ്റെയും, കുറേ മിനറൽസ് ഉണ്ട്, ഈ എല്ലാ മിനറൽസിൻ്റെയും ആകെ തുകേനെയാണ് ഈ ഉപ്പ് രസം കാണിക്കുന്നത്. ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഇനി മനുഷ്യരും സമുദ്രവും അതെങ്ങനെയാണെന്ന് നോക്കാം. ഓഷ്യൻസ് ആർ ദ സോഴ്സ് ഓഫ് പ്രഷ്യസ് റിസോഴ്സസ്. ഹൗ ഡു ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്? ലിസ്റ്റ് ആഫ്റ്റർ എക്സാമിങ് ദ പിക്ചർ. താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് താഴെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ്. ആദ്യത്തെ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന റെഗുലേറ്റ് ദ ക്ലൈമറ്റ്, ഫുഡ് ആൻഡ് മാരിടൈം ട്രാൻസ്പോർട്ട്, ഇന്റർനാഷണൽ ട്രേഡ്, ഗ്ലോബൽ വാർമിംഗ്, ഓക്സിജൻ പ്രൊഡക്ഷൻ, ടൂറിസം ഡെവലപ്മെന്റ്, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, റെഡ്യൂസസ് സ്ട്രെസ് വൈൽ വാച്ചിങ് സീ, ലൈഫ് സേവിങ് ഡ്രഗ്സ് ഫ്രം മറൈൻ ഓർഗാനിസംസ്. കടൽ ജീവികളിൽ നിന്നും ലൈഫ് സേവിങ് ഡ്രഗ്സ്, മരുന്നുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടൂറിസത്തിന്, കയറ്റുമതി ഇറക്കുമതിക്ക്, പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റി ഇറക്കുമതി, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചസ്. ഇതെല്ലാമാണ് നമുക്ക് സീയും ഓഷനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. ഹ്യൂമൻസ് ബീങ്സ് ഹാവ് ഡിപ്പെൻഡഡ് ഓൺ ഓഷ്യൻ ഫോർ ദർ ലൈവ്ലിഹുഡ് സിൻസ് ഏൻഷ്യൻ ടൈംസ്. പുരാതന കാലം മുതൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമുദ്രത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Along with seafood, ocean provide other resources as well. കടൽ ഭക്ഷ്യ വിഭവങ്ങൾ മാത്രമല്ല, അതല്ലാതെയുള്ള വിഭവങ്ങൾ നമുക്ക് കടൽ തരുന്നുണ്ട്. പവിഴവും മുത്തും ഒക്കെ നമുക്ക് കടലിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ കോറൽ റീഫ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. മാരിടൈം ട്രാൻസ്പോർട്ട് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ ട്രേഡ്. ഒരു അന്തർദേശീയ വ്യവസായം നടത്തുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡുകൾക്ക് വേണ്ടിയുള്ള ഒരു സഹായം കൂടി ഈ സമുദ്രം നമുക്ക് തരുന്നുണ്ട്. ദ ഓഷ്യൻ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഓക്സിജൻ പ്രൊഡക്ഷൻ. ഓക്സിജന്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയും ഗ്ലോബൽ വാർമിംഗ് കുറക്കുന്നതിന് വേണ്ടിയും സമുദ്രങ്ങൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കോസ്റ്റ് ആർ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി സമുദ്ര തീരങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇനി ഓഷൻ പൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ രണ്ട് പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓഷൻ പൊല്യൂഷൻ എങ്ങനെയൊക്കെയാണെന്ന്. പ്ലാസ്റ്റിക്, അതുപോലെ വലിയ വലിയ കപ്പലുകളൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒഴുകി വരുന്ന എണ്ണയും മാലിന്യങ്ങളും ഒക്കെ, പിന്നെ ബീച്ച് വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെയുള്ള വേസ്റ്റുകളും, പിന്നെ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന കെമിക്കൽസും വേസ്റ്റ് വാട്ടറും. ആർ ദീസ് സൈറ്റ് ഫെമിലിയർ ടു യു? ഈ സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് പരിചിതമല്ലേ? ഓഷൻ ഫേസസ് സെവറൽ ചലഞ്ചസ്. ഓഷൻ പല ചലഞ്ചസും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണ്, പ്രശ്നം എന്താണ്? പൊല്യൂഷനാണ്, മലിനീകരണം തന്നെയാണ്. ഡംപിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആർ എ ത്രെറ്റ് ടു ദ മറൈൻ എക്കോസിസ്റ്റം. അപ്പം ഈ ഒരു മറൈൻ എക്കോസിസ്റ്റത്തിനൊരു വെല്ലുവിളി തന്നെയാണ് ഈ കെമിക്കൽസും വേസ്റ്റ് വാട്ടറും ഒക്കെ ഫാക്ടറികൾ പുറത്ത് ഓഷ്യനിലേക്ക്, കടലിലേക്ക് മാത്രമല്ല പുഴയിലേക്കും നദിയിലേക്കൊക്കെ തള്ളുന്നുണ്ട്. അതെല്ലാം ഒരു ഭയങ്കര ക്രൈസിസ് ആണ്. നോട്ട് ഓൺലി ഓഷ്യൻസ് ബട്ട് ഓൾസോ ഫ്രഷ് വാട്ടർ സോഴ്സസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ് എക്സെട്ര ആർ അഫക്റ്റഡ് ബൈ പൊല്യൂഷൻ. അപ്പോൾ സമുദ്രം മാത്രമല്ല, നദിയും ലേക്ക്, പുഴകളും ഒക്കെ നമുക്ക് മലിനമാക്കപ്പെടുന്നുണ്ട്. വേസ്റ്റ് ടു കൺസർവ് ഓഷൻ. ഈ ഓഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രിവെന്റ് പ്ലാസ്റ്റിക്, കെമിക്കൽസ് എക്സെട്ര ഫ്രം റീച്ചിങ് ദ ഓഷൻ. പ്ലാസ്റ്റിക്കും കെമിക്കൽസും ഓഷനിൽ എത്തും മുമ്പ് തന്നെ നമ്മളത് നീക്കം ചെയ്യുന്നതിനുള്ളൊരു പ്രതിവിധി കണ്ടെത്തുക. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. ബീച്ചുകളും കോസ്റ്റൽ ലൈനും, അതായത്
കടൽ തീരങ്ങൾ കടൽക്കരയും പൊല്യൂഷൻ ഫ്രീ ആക്കി വെക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷൻ. സമുദ്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അവയർനെസ് ബോധവൽക്കരണം നടത്തുക. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്. അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിംഗ് മീൻപിടുത്തം നിർത്തലാക്കുക. അതായത് നമ്മൾ കേരളത്തിൽ നിങ്ങൾ ന്യൂസിൽ കാണുന്നുണ്ടാവും ട്രോളിംഗ് നിരോധനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിരോധനം എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ഈ ഫിഷുകൾ മുട്ടയിടുന്നതും കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നതും. ആ സമയത്ത് പോയിട്ട് നമ്മൾ ഫിഷിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മുട്ടയൊക്കെ നമ്മൾ തിന്നു തീർക്കും. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള ഫിഷുകളെ, മുട്ടയിടുന്ന ഫിഷിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രോളിംഗ് വെക്കുന്നത്, ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫിഷിനെ പിടിക്കില്ല. അപ്പോൾ അവർ മുട്ടയിടുകയും കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് സീസണിൽ നല്ല ഫിഷിനെ കിട്ടുന്നത്. ഇപ്പോൾ ഈ കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ചെറിയ ചാളക്കുട്ടികളെ പിടിച്ചതെന്ന് പറഞ്ഞിട്ട്, മത്തി, ചെറിയ മത്തി പിടിച്ചതെന്ന് പറഞ്ഞിട്ട് കുറേ ബോട്ടുകാരുടെ ഫിഷ് കടലിലേക്ക് തന്നെ തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടലിലേക്ക് തന്നെ തിരിച്ച് തള്ളുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം അതവിടെ പോയി ചീഞ്ഞു പോവുകയുള്ളൂ. ഇവർ പിടിച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. അവർ ഐസും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ വീണ്ടും കടലിലേക്ക് തന്നെ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഉപയോഗമില്ലാതെ പോകും. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് ഇങ്ങനെ നടക്കാതെ നോക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പ്രിസർവ് ദ മറൈൻ എക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക. എക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. ഇതെല്ലാമാണ് നമ്മുടെ കൺസർവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. പ്രിപ്പയർ എ തീം സോങ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ. അപ്പോൾ വെള്ളം സംരക്ഷിക്കുന്നതിന്, ശുദ്ധജലം സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് ഭാഷയിലും വേണമെങ്കിലും ഉണ്ടാക്കാം. We have learned about oceans and their characteristics. It is essential to conserve the marine ecosystem. അപ്പം സമുദ്ര സംരക്ഷണവും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. Which is home to great variety of animals and plants ranging from microorganisms to the blue whale. സമുദ്രം ഏറ്റവും ചെറിയ ഒരു പ്ലാങ്ക്ടൺ മുതൽ ഏറ്റവും വലിയ ബ്ലൂ വെയിൽ വരെയുള്ളവരുടെ ആവാസ വ്യവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മിസ്യൂസ് ഓഫ് വാട്ടർ ആൻഡ് ദിസ് പൊല്യൂഷൻ ഇസ് എ ത്രെറ്റ് ടു എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് നമ്മളെ ഈ വെള്ളം, ശുദ്ധജലം നമ്മൾ പാഴാക്കി കളയുന്നതും ശുദ്ധജലം അഴുക്കാക്കുന്നതും മലിനമാക്കുന്നതും. ഇതൊക്കെ നമ്മൾ മാറ്റണം. ഇതിനെപ്പറ്റി നമുക്ക് ബോധവൽക്കരണം ഉണ്ടാവണം. നമ്മൾ അവെയർ ആയിരിക്കണം. Therefore, let's join hands for the water conservation. Let the earth continue as a watery planet. ഭൂമി ഒരു ജലനിബിഡമായിട്ടുള്ള ഒരു പ്ലാനറ്റായിട്ട് നിലനിൽക്കട്ടെ. നമുക്ക് ജലസംരക്ഷണത്തിനും സമുദ്ര സംരക്ഷണത്തിനും വേണ്ടി കൈകോർക്കാം എന്നെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് ആൻഡ് കളക്ട് മോർ ഇൻഫർമേഷൻ ഓൺ ഓഷൻസ് ആൻഡ് ദർ ഫീച്ചേഴ്സ്. പ്രിപ്പയർ എ ഡിജിറ്റൽ പ്രസന്റേഷൻ. ഓഷനെ പറ്റിയും ഇതിൻ്റെ ഈ മലിനീകരണത്തിനെ പറ്റിയൊക്കെ നാഷണൽ ജോഗ്രഫിക് ചാനലിൽ ഒരു ഡോക്യുമെൻ്ററി വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒത്തിരി പിക്ചേഴ്സ് നമ്മുടെ ഗൂഗിളിലും യൂട്യൂബിലും കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു PPT പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. പിന്നെ ഒരു എലക്ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഓഷൻ ആൻഡ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ഒരു ടോപ്പിക് വെച്ചിട്ട് ഒരു പ്രസംഗ മത്സരം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ പ്രസംഗിക്കാം. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നടത്തുക, ബോധവൽക്കരണം കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.